അലർജി കുറയുന്നതോടൊപ്പം കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു മിശ്രിതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് കുറേ ഡൗട്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഡൗട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ഈ ഡൗട്ടുകൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ മിക്സർ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾ വെറും വയറ്റിൽ എന്തായാലും ഇത് കഴിക്കേണ്ട. നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. ഭക്ഷണത്തിന് ശേഷം ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ ഗ്യാപ്പിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമതായി ചോദിച്ചിട്ടുള്ളത് അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അസിഡിറ്റി ഉള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിലുള്ള കൂടുതലായിട്ടുള്ള ദഹനരസം നമ്മളെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് നെഞ്ചരിച്ചില് പുളിച്ചി തട്ടലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ കഴിയുന്നതും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണത്തിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇതിൽ വെള്ളം ആഡ് ചെയ്ത് കഴിക്കണോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ വെള്ളം കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മിക്സർ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ഒരിക്കലും വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇത് ഡെയിലി കഴിക്കണമെന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഴ്ചയിൽ 3-4 തവണ മാത്രം കഴിക്കുക. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അലർജി കുറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ട്രൈഗ്ലിസറൈഡ്സ് കുറയില്ല. നിങ്ങൾ അതോടൊപ്പം തന്നെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള രോഗമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലി തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റം വരുത്തണം. അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ എക്സസൈസ് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. വീട്ടിലിരുന്നെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഇതിന് ബേസിക് ആയിട്ടുള്ള റീസൺ ഉണ്ടാവും. ഇപ്പോൾ ഫാറ്റി ലിവറോ തൈറോയിഡിന്റെ പ്രശ്നമുള്ള ആളുകളോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ വയറ് സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്ന് കണ്ടെത്തുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണ്ടതാണ്. ഒരുപാട് ഫുഡ് കൺട്രോൾ ഇല്ലാതെ കഴിച്ചിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ മിക്സർ കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നമ്മളെ ബോഡിയിലേക്ക് വരുന്ന ഓവർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള പ്രശ്നം. നമ്മൾ കഴിക്കേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ്. ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ്, ഒരു പോർഷൻ പ്രോട്ടീൻ, ഒരു പോർഷൻ ഫാറ്റ്, അതുപോലെ തന്നെ കുറച്ച് സാലഡ്സ്, അങ്ങനെ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു മിക്സറാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ഡെയിലി നിങ്ങൾ കഴിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തി നോക്കൂ. ഒപ്പം ഇതും കൂടി കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും.